Good afternoon, all. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. നമ്മള് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇത് കുറച്ച് എടുത്തിരുന്ന അല്ലെ? ഇവിടം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ദിവസമായി എന്നാലും ഓർമ്മയുണ്ടാവും. വായിച്ചു നോക്കിയായിരുന്നോ? Plan activation of different areas of hospital. Okay, plan activation of different areas of a hospital. അപ്പൊ നിങ്ങൾ വായിച്ചു നോക്കി അല്ലെ? അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഡിസാസ്റ്റർ ആയതുകൊണ്ട് അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ? ഇല്ല ഇല്ല തന്നെയാണോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് ലോജിസ്റ്റിക്സ് പ്ലാനിങ്ങിനെ കുറിച്ചിട്ടാണ് നമുക്ക് എടുക്കാനുള്ളത് അല്ലെ? ഇത് തന്നെയാണ് നമുക്ക് എടുക്കാനുള്ളത്. ഇപ്പോ ലോജിസ്റ്റിക്സ് പ്ലാൻ എന്ന് പറയുമ്പോൾ ദുരന്തം അല്ലെ? ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു ഇപ്പൊ വരുന്ന പ്രകൃതി ദുരന്തം നമ്മുടെ മനസ്സിലുണ്ട് അല്ലെ? പെട്ടെന്ന് വന്ന ഒരു പ്രകൃതിക്ഷോഭം കുറെ പേരൊക്കെ കുറച്ചൊക്കെ ബാധിച്ചിട്ടുണ്ട്. കുറെ മരങ്ങളൊക്കെ വീണ് അല്ലെ? വലിയ പ്രശ്നങ്ങളൊന്നും ഒന്നടക്കം ബാധിച്ചിട്ടില്ലെന്ന് മാത്രം, എന്നാലും അവിടെ ഇവിടെയൊക്കെ കുറച്ചൊക്കെ അല്ലെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നു തുടങ്ങി. അപ്പൊ ഇങ്ങനെയുള്ള ദുരന്ത സമയങ്ങളിൽ ഹോസ്പിറ്റലില് ഡിസാസ്റ്ററിനുമായിട്ട് മുൻകൂട്ടി ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ലോജിസ്റ്റിക്സ് പ്ലാനിങ്. എന്താണ് ലോജിസ്റ്റിക്സ് പ്ലാനിങ് എന്ന് പറയുന്നത്? ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇത്തരത്തിലുള്ള ഈ പ്രശ്നം അല്ലെ ഒരു സങ്കീർണമായിട്ടുള്ള ഒരു പ്രക്രിയ അല്ലെ ഒരു ദൗത്യമാണ്. അതായത് ഇങ്ങനെയുള്ള ഒരു ഡിസാസ്റ്റർ ഒക്കെ വരുമ്പോൾ അത് നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിപുലമായ സന്നാഹങ്ങളൊക്കെ ഒരുക്കണം അല്ലെ? അതൊക്കെ വിന്യസിക്കണം. നമുക്കറിയാം ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ അവിടെയുള്ള ഡോക്ടേഴ്സിനെ നഴ്സുമാരെയും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റിനെയൊക്കെ അവരെയൊക്കെ യഥാവിധമൊക്കെ വിന്യസിച്ച് അവരെയൊക്കെ ഏകോപിപ്പിച്ച് അവിടെയുള്ള രോഗികൾക്ക് കൃത്യമായിട്ടുള്ള ചികിത്സകളൊക്കെ ലഭ്യമായ സമയം കൊണ്ട് തന്നെ കൊടുക്കണം അല്ലെ? അപ്പൊ അത് തന്നെയാണ് ഈ ലോജിസ്റ്റിക്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള സങ്കീർണമായ പ്രശ്നങ്ങളെ അത് എന്താണ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ള ദൗത്യം അത് നടപ്പാക്കുകയും അതിനാവശ്യമായിട്ടുള്ള വ്യക്തികളെ വിന്യസിക്കുകയും ചെയ്യുന്ന ഒരു മുൻകൂട്ടിയുള്ള പ്ലാനിങ് ആണ്. ഓക്കെ, അങ്ങനെ നമ്മള് പ്ലാനിങ് വരുമ്പോൾ എന്താണ് പ്രധാനമായിട്ട് ഫസ്റ്റ് പോയിന്റിലേക്ക് നോക്കാം. പ്ലാനിങ് ഫോർ കമ്മ്യൂണിക്കേഷൻസ്. നമുക്കറിയാം പ്രധാനമായിട്ട് നമുക്ക് എന്താണ് ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ആശയവിനിമയം നടത്തണം അല്ലെ? വിതിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന് അകത്ത് നടത്തണം, പുറത്ത് അല്ലെ? നമുക്കറിയാം പല ബന്ധങ്ങളെയും കൂടി ഏകോപിപ്പിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. നമ്മൾ നേരത്തെയൊക്കെ കണ്ടായിരുന്നു എന്താണ് വ്യത്യസ്ത തരത്തിലുള്ള ഇത്തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ അത് ചിലപ്പോ ചിലയിടത്തുനിന്നൊക്കെ സഹായങ്ങളൊക്കെ കിട്ടും. അതെ, അതുമാതിരി കോർഡിനേറ്റ് ചെയ്ത് ചില വ്യക്തികളൊക്കെ ചിലപ്പോഴൊക്കെ ദുരന്തം വന്ന് വലിയ പ്രശ്നമില്ലെങ്കിൽ കൂടി ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്നത് കാണാം. അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഉണ്ടാവും. കാരണം നമുക്കറിയാം ചില മേഖലകളിൽ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമാണ് അതിൻ്റെതായ കെടുതികളുടെ ഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ ഉള്ളവരുമുണ്ട്. എങ്കിൽ കൂടി നമുക്കറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ ഏകോപിപ്പിക്കാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് തന്നെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. പല വിധത്തിലുള്ള ആളുകളായിട്ട് കമ്മ്യൂണിക്കേഷൻ അവിടെ ആവശ്യമാണ്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ. ഇപ്പൊ ദുരന്തമുഖത്ത് നിന്ന് കൊണ്ടുവരാനായിട്ട് അല്ലെ വ്യക്തികളെ അവിടെ നിന്നെല്ലാം കൈമാറ്റം ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനും നമുക്കറിയാം മറ്റു പല സെന്ററുകളിലേക്കൊക്കെ മാറ്റണമെങ്കിലൊക്കെ അതനുസരിച്ചിട്ടൊക്കെ എന്താണ് അവിടെ ഗതാഗതം കൈകാര്യം ചെയ്യണം അല്ലെ? അപ്പൊ ടു ആൻഡ് ഫ്രം ദ സൈറ്റ് ഓർ അതർ ഹോസ്പിറ്റൽസ്. അപ്പൊ നമുക്കറിയാം ദുരന്തമുഖത്ത് നിന്ന് വ്യക്തികളെ കൊണ്ടുവരേണ്ടതുണ്ട് ഇവിടേക്ക് ഹോസ്പിറ്റലിലേക്ക്. ഇൻ കേസ് നമ്മുടെ ഹോസ്പിറ്റലിൽ മതിയാവാത്ത സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഗതാഗതം കൂടി കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. പിന്നെ സ്റ്റോഴ്സ് പ്ലാനിങ്. അതേമാതിരി തന്നെ നമുക്കറിയാം ആവശ്യമായ എക്യുപ്മെന്റ്സുകളാണ് അല്ലെ? എല്ലാവർക്കും നമുക്ക് പരിചരണം കൊടുക്കണം. അതിനാവശ്യമായിട്ടുള്ള മെഡിക്കലും അല്ലെ എക്യുപ്മെന്റിന്റെയും ആവശ്യമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ലോജിസ്റ്റിക് പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ പെട്ടെന്നുണ്ടായ ഒരു സങ്കീർണ പ്രശ്നത്തിനെ എത്രയും പെട്ടെന്ന് അത് കൃത്യമായ രീതിയിൽ തന്നെ പരിഹരിച്ചു പോകാനായിട്ട് വ്യക്തികളെയും അതേമാതിരി സ്ഥലങ്ങളെയൊക്കെ ഒരുക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പേഴ്സണൽ പ്ലാനിങ് ആണ്.
പേഴ്സണൽ പ്ലാനിങ് ആണ് ഡീപ്പായിട്ട് വിവരിച്ചിരിക്കുന്നത്. നോക്കാം. പേഴ്സണൽ പ്ലാനിങ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ, അവിടെ നമുക്കറിയാം ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടും അല്ലാത്തതുമായിട്ടുള്ള സൗകര്യങ്ങൾ തീർച്ചയായിട്ടും ലഭ്യമാക്കേണ്ടതുണ്ട്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് മെഡിക്കൽ സ്റ്റാഫ്. എന്താണ് മെഡിക്കൽ സ്റ്റാഫിനെ കുറിച്ചിട്ട് പറയുന്നത്? മെമ്പേഴ്സ് ഓഫ് എ ക്ലിനിക്കൽ സ്റ്റാഫ് ആൻഡ് pre-clinical disciplines and standby staff should be ready for services in the control room and or command center. അപ്പൊ നമുക്കറിയാം എത്രയും പെട്ടെന്ന് അല്ലെ, ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ദുരന്തമാണ് അല്ലെ. അപ്പൊ ദുരന്തം ഉണ്ടാകുന്ന സാഹചര്യം അഭിമുഖീകരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും അവിടെ എന്താണ് നമ്മുടെ ആശുപത്രിയിൽ കൃത്യമായിട്ട് തന്നെ ആൾക്കാരെ സജ്ജമാക്കേണ്ടതുണ്ട്. മെയിൻ ആയിട്ടുള്ള സ്റ്റാഫുകൾ വേണം, ദെൻ പാരാമെഡിക്കൽ സ്റ്റാഫുകൾ വേണം, മറ്റേതെങ്കിലും അല്ലെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഏത് തരത്തിലുള്ള സ്റ്റാഫുകളെ ആണെങ്കിലും അത് കറക്റ്റ് ആയിട്ട് തന്നെ റെഡിയാക്കി നിർത്തുകയും വേണം. എന്താണ് അവർക്ക് അല്ലെ ആളുകൾക്ക് ആവശ്യമായ രീതിയിൽ അവരെ അനുയോജ്യമായ രീതിയിൽ തന്നെ കമാൻഡ് എന്താണോ കമാൻഡ് ചെയ്യുന്നത് ആ കമാൻഡ് അനുസരിച്ചിട്ട് തന്നെ ഈ വ്യക്തികളെ അവിടേക്ക് എന്താണ് വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരും. ഇതാണ് പറയുന്നത് മെമ്പേഴ്സ് ഓഫ് എ ക്ലിനിക്കൽ സ്റ്റാഫ്, പാരാ ആൻഡ് പ്രീ ക്ലിനിക്കൽ ഡിസിപ്ലിൻ ആൻഡ് സ്റ്റാൻഡ് ബൈ സ്റ്റാഫ് ഷുഡ് ബി റെഡി ഫോർ സർവീസ് ഇൻ ദ കൺട്രോൾ റൂം ഓർ എ കമാൻഡ് സെന്റർ. അപ്പൊ കൺട്രോൾ റൂം എന്താണ് പറയുന്നത് അതനുസരിച്ചിട്ട് തന്നെ അവിടെയുള്ള സ്റ്റാഫുകളെ അവിടേക്ക് വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് എന്താണ് നഴ്സിംഗ് സ്റ്റാഫ്. അപ്പൊ നമുക്ക് നോക്കാം. നഴ്സിംഗ് സ്റ്റാഫിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം, കൂടുതലും അല്ലെ വ്യക്തികളെ ചികിത്സിക്കാനായിട്ട് അല്ലെ കൈകാര്യം ചെയ്യാനായിട്ട് മെഡിക്കൽ യൂണിറ്റ് ആണ്, അതായത് നഴ്സിംഗിന്റെ യൂണിറ്റ് ആണ് കൂടുതലായിട്ട് തയ്യാറായിട്ട് വേണ്ടി വരുന്നത്. കാരണം നമുക്കറിയാം എന്തെങ്കിലും മുടിവും ചതവും ഒക്കെ വരുമ്പോൾ അല്ലെ കാര്യങ്ങളോട് കൂടുതലും അനുയോജ്യമായ പ്രവർത്തനങ്ങൾ ഇവരെ കൊണ്ടാണ് അല്ലെ. ഡോക്ടേഴ്സിന്റെ സമീപനം നമുക്കറിയാം എല്ലാം ഒരുപാട് പേഴ്സൺസ് ഉണ്ടാവില്ല അല്ലെ, അവൈലബിൾ ആവില്ല. തീർച്ചയായിട്ടും നഴ്സുമാരുടെ യൂണിറ്റ് ആണ് കൂടുതലായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നഴ്സിംഗ് സൂപ്രണ്ടന്റ് ഷുഡ് ബി ലയബിൾ ടു പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് നഴ്സിംഗ് സ്റ്റാഫ് who may stand ready at a short notice and be able to mobilize additional nursing staff from non-clinical areas. നമുക്കറിയാം അധികം അല്ലെ അത്യാഹിതമല്ലാത്ത വിഭാഗങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് നഴ്സുമാർ നമുക്കറിയാം അതല്ലേ. ചില നഴ്സുമാർക്ക് എപ്പോഴും ഡ്യൂട്ടി അങ്ങനെയുള്ള പ്ലേസുകളുണ്ട് ഹോസ്പിറ്റലിൽ തന്നെ, പക്ഷെ അധികമല്ലാത്ത അല്ലെ അധികം ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏരിയ അല്ലാത്ത വളരെ ഏരിയകളിലൊക്കെ സ്റ്റാഫുകളെ അനുസരിച്ചിട്ട് റെഡിയാക്കി നിർത്താനായിട്ട് സാധിക്കും അല്ലെ. നമുക്കറിയാം ഇങ്ങനെ റെഡിയാക്കി നിർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത്രയും സമയത്തിനുള്ളിൽ അല്ലെ ഷോർട്ട് ടൈമിനുള്ളിൽ തന്നെ അവിടെ ചിലപ്പോ വിന്യസിക്കേണ്ടതായിട്ട് വരും. അതായത് സ്റ്റാഫ് നഴ്സിന് വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഏതൊക്കെ ഏരിയയിലെ നഴ്സുമാരാണ് നമുക്ക് പെട്ടെന്ന് അവൈലബിൾ ആക്കി അവർക്ക് കൊടുക്കാൻ പറ്റുക അല്ലെ. ആ ഒരു ലിസ്റ്റ് തീർച്ചയായിട്ടും ആര് തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കണം? ഓക്കെ, നമ്മള് ഡിസാസ്റ്റർ എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് അവർ ആണ്. അപ്പോ ഇടയ്ക്ക് ചോദ്യങ്ങളാവാം അല്ലെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ. അപ്പൊ എന്താണ് പറയുന്നത്? നഴ്സിംഗ് സ്റ്റാഫ്. നമുക്ക് സെക്കൻഡ് പോയിന്റിലേക്ക് വരാം. നഴ്സിംഗ് സ്റ്റാഫ്. Nursing superintendent should be liable to prepare a list of nursing staff who may stand ready at a short notice and be able to mobilize additional nursing staff from non-critical areas. അധികം ക്രിട്ടിക്കൽ അല്ലാത്ത ഏരിയകളിലൊക്കെ ആവുമ്പോൾ അവിടെയുള്ള നഴ്സുമാരുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് ഒക്കെ എടുത്തു വെക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് എടുത്തു വെക്കണം എന്ന് പറയുന്നത്? പെട്ടെന്ന് അല്ലെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ചിലപ്പോഴൊക്കെ പെട്ടെന്ന് എന്താണ് ഈ പേഴ്സൺസിനെ നഴ്സിംഗിന്റെ ആവശ്യം അല്ലെ നഴ്സുമാരുടെ ആവശ്യം വരുന്ന സാഹചര്യങ്ങൾ, ഡിസാസ്റ്റർ ഒക്കെ സംഭവിക്കുന്ന സാഹചര്യങ്ങളിൽ അവരെ എന്താണ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള നഴ്സിംഗ് സ്റ്റാഫുകളുടെ എണ്ണങ്ങൾ അത് ക്രമീകരിച്ച് വെക്കുക എന്നുള്ളതാണ് ആരുടെ ഡ്യൂട്ടിയാണ് നമ്മൾ പറയുന്നത്? നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ ഡ്യൂട്ടി. ഓക്കെ, അപ്പൊ നഴ്സിംഗ് സൂപ്രണ്ടന്റ് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി നിർത്തണം എന്ന് പറയുന്നു. നെക്സ്റ്റ് നോക്കാം. ആൻസിലിയറി സ്റ്റാഫ്. നമുക്ക് അറിയാം എന്താണ് അതെ അല്ലെ മറ്റു അനുബന്ധ ജീവനക്കാർ. അപ്പൊ നമ്മള് അത്യാവശ്യം നഴ്സിംഗ്മാരുടെ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റനുബന്ധ ജീവനക്കാരും ആവശ്യമായിട്ട് വരും അല്ലെ. പെട്ടെന്ന് തന്നെ രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ചികിത്സ അല്ലെ രോഗനിർണയം നടത്താനായിട്ട് റേഡിയോളജി വിഭാഗത്തിന്റെയോ അല്ലെങ്കിൽ എന്താണ് നമുക്ക് പെട്ടെന്ന് ഫാർമസിയിൽ നിന്ന് കുറച്ച് മെഡിസിൻസ് ഒക്കെ കൊടുക്കേണ്ടതുണ്ടാവും. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബ്ലഡ് ചെക്കപ്പിന്റെ അല്ലെ ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് നമ്മൾ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ റിസൾട്ടും കൂടി കിട്ടിയിട്ട് വേണം അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സ്റ്റാഫുകളെ കാര്യമാണ് നെക്സ്റ്റ് പറയുന്നത്. ആൻസിലിയറി മെഡിക്കൽ സർവീസ് എക്സാമ്പിള് റേഡിയോളജി, ലബോറട്ടറി, ബ്ലഡ് ബാങ്ക്,
and also other hospital services, example housekeeping, sanitation, stores, pharmacy, kitchen, etc. should be available. നമുക്കറിയാം ഹോസ്പിറ്റൽ ആകുമ്പോൾ അല്ലെ എല്ലാം ആവശ്യമാണ് അല്ലെ, അവർക്ക് ആവശ്യത്തിന് ഭക്ഷണം വേണം, വെള്ളം വേണം, നമുക്കറിയാം മെഡിസിൻ വേണം, നമുക്ക് അല്ലെ എല്ലാത്തരം ആവശ്യമാണ് അല്ലെ. വരുന്ന വ്യക്തികൾക്ക് ഏത് ദുരന്ത മുഖത്ത് നിന്ന് വരുന്ന വ്യക്തികളാണെങ്കിലും അവർക്ക് രോഗനിർണയം നടത്താനായിട്ടുള്ള റേഡിയോളജി വിഭാഗത്തിന്റെ ആവശ്യകതയുണ്ട്. അതായത് എന്തെങ്കിലും സ്കാനിങ് ഒക്കെ നടത്തേണ്ടത് വരും, ലബോറട്ടറി അല്ലെ, ലബോറട്ടറിയിൽ നിന്ന് എന്തെങ്കിലും ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തേണ്ടതായിട്ട് വരും, ബ്ലഡ് ആവശ്യമുള്ളവരുണ്ടാവാം. അപ്പൊ എല്ലാവരെയും നമ്മൾ എന്താണ് തയ്യാറാക്കി നിർത്തണം എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ ദ ഹോസ്പിറ്റൽ സർവീസസ്, എക്സാമ്പിൾ ഹൗസ്കീപ്പിംഗ്, സാനിറ്റേഷൻ, സ്റ്റോഴ്സ്, ഫാർമസി, കിച്ചൺ എക്സെട്ര. നമുക്കറിയാം അല്ലെ എല്ലാം ആവശ്യമാണ്. എന്താണ് വെള്ളം ആവശ്യമാണ്, ഫുഡ് ആവശ്യമാണ്, മെഡിസിൻ ആവശ്യമാണ്, അല്ലെങ്കിൽ ബെഡ്ഷീറ്റുകൾ അല്ലെ പെട്ടെന്ന് തന്നെയൊക്കെ ചേഞ്ച് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. ദെൻ അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊക്കെ നിർവഹിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റാഫുകളെല്ലാം തന്നെ ആ സമയത്തിനുള്ളിൽ റെഡിയാക്കി നിർത്തേണ്ടതുണ്ട്. നെക്സ്റ്റ് എന്താണ് വോളണ്ടിയേഴ്സ്. പ്രധാനമായിട്ടും മറ്റൊരു കാര്യം കൂടി ഉള്ളതാണ് അല്ലെ. വോളണ്ടിയേഴ്സ് ഒക്കെ നമുക്കറിയാം പെട്ടെന്ന് ദുരന്തമൊക്കെ വരുമ്പോൾ എല്ലാത്തിനെയും കോർഡിനേറ്റ് ഒക്കെ ചെയ്യാൻ യോഗ്യരായവർ ആരായിരിക്കും? നമുക്കറിയാം നഴ്സുമാർ അവരുടെ ഡ്യൂട്ടി ചെയ്യും, ഡോക്ടേഴ്സ് അവരുടെ ഡ്യൂട്ടി ചെയ്യും. പക്ഷെ ഇവരെയൊക്കെ ഒന്ന് നയിച്ച് ഏകോപിച്ചൊക്കെ കൊണ്ടുപോകാനൊക്കെ ഒരു ഡയറക്ഷനിലൊക്കെ കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് ആരുടെയും കൂടി പങ്ക് ആവശ്യമാണ് അവിടെ? ആരുടെയും കൂടി പങ്ക് ആവശ്യം? വോളണ്ടിയേഴ്സിന്റെ പങ്ക് ആവശ്യമാണ്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം, വോളണ്ടിയേഴ്സിന്റെ പങ്ക് എന്താന്ന് നോക്കാം. ദ റോൾ വിച്ച് വോളണ്ടിയേഴ്സ് വിൽ അസ്യൂം ഡ്യൂറിംഗ് ദ ടൈം. ഓക്കെ, നിങ്ങൾ ഇവിടെ തന്നെയുണ്ട്, അപ്പൊ നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ദ റോൾ വിച്ച് വോളണ്ടിയേഴ്സ് വിൽ അസ്യൂം ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ഡിസാസ്റ്റർ should be predetermined, then rehearsed, coordinated and supervised by the regular senior staff. അപ്പൊ നമുക്കറിയാം ഇത്തരത്തില് അല്ലെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് വോളണ്ടിയേഴ്സ് എത്രയും പെട്ടെന്നൊക്കെ മുൻകൂട്ടി തീരുമാനങ്ങൾ അല്ലെ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. എങ്ങനെയൊക്കെയാണ് അത് രൂപകൽപ്പന അല്ലെ, ആരൊക്കെയാണ് വോളണ്ടിയേഴ്സ് ആയിട്ട് നിൽക്കുന്നത്, അതിനനുസരിച്ചുള്ള റിഹേഴ്സൽ നടത്തണം. then അവരൊക്കെ കോർഡിനേറ്റ് ചെയ്ത് അല്ലെ ഏകോപിപ്പിച്ചു കൊണ്ടുപോകണം. അതിന്റെ സൂപ്പർവൈസ്ഡ് ബൈ ദ റെഗുലർ സീനിയർ സ്റ്റാഫ്. നമുക്കറിയാം ഒരു സൂപ്പർവിഷനും വേണം അല്ലെ. ഇപ്പൊ കുറെ വോളണ്ടിയേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങും എത്തൂല, ആണോ? കുറെ വോളണ്ടിയേഴ്സ് ഉണ്ടായാലും കുഴപ്പമില്ലേ, ആര് പറയുന്നത് കേൾക്കണം എന്നറിയാൻ പാടില്ലാണ്ടാവും ഇല്ലേ? ഉണ്ടാവില്ലേ അങ്ങനെ? ഓക്കെ, അപ്പൊ നമുക്കറിയാം അവിടെ അങ്ങനെയുള്ള രീതി ആവരുത്. അപ്പൊ നമുക്കറിയാം അതിന് അല്ലെ സൂപ്പർവൈസർ ബൈ ദ റെഗുലർ സീനിയർ സ്റ്റാഫ്, അവിടെ സീനിയർ ആയിട്ടുള്ള സ്റ്റാഫിന്റെ ഒരു മേൽനോട്ടം അവിടെ ഉണ്ടായിരിക്കണം. അതിന് കീഴിലായിരിക്കണം വോളണ്ടിയേഴ്സ് അവരുടെ ഡ്യൂട്ടികളൊക്കെ ചെയ്യേണ്ടത്. അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷനും റിഹേഴ്സലും അല്ലെ കോർഡിനേഷൻ ഏകോപിക്കലൊക്കെ നടത്തണം. തീർച്ചയായിട്ടും ആരുടെ മേൽനോട്ടത്തിലായിരിക്കണം? അവിടെ റെഗുലർ ആയിട്ടുള്ള ഒരു സീനിയർ സ്റ്റാഫിന്റെ മേൽനോട്ടത്തിലായിരിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യേണ്ടത്. വീണ്ടും നോക്കുക, റിസർവ് സ്റ്റാഫ്. എന്താണ് റിസർവ് സ്റ്റാഫ് എന്ന് പറയുന്നത്? നമുക്കറിയാം ഹോസ്പിറ്റലില് ഒരു ഡോക്ടർ അല്ലെ, നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ 24 hours ഡ്യൂട്ടിയുള്ള ഹോസ്പിറ്റലാണ് അല്ലെ. അവിടെ വർക്കിംഗ് അവേഴ്സ് ആണ്. അവിടെ ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, പാരാമെഡിക്കൽ സ്റ്റാഫുകളുണ്ട്, അധികം സ്റ്റാഫുകളുണ്ട്. നമുക്കറിയാം ഏതൊരു ഹോസ്പിറ്റലിലും ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അല്ലെ, പേഷ്യൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എപ്പോഴും ഡ്യൂട്ടി ആയിരിക്കും അല്ലെ, എല്ലാവർക്കും ഡ്യൂട്ടി ആയിരിക്കും. അപ്പൊ ഒരു ഡിസാസ്റ്റർ വരുന്ന സമയത്ത് ഈ പറഞ്ഞ മാതിരി ക്രിട്ടിക്കൽ അല്ലാത്ത ഏരിയയിൽ നിന്നൊക്കെ കളക്ട് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ ഓൾറെഡി ഒരു ഡ്യൂട്ടി ഉണ്ട്. അതിന്റെ റെക്കോർഡിയാണ് ഡിസാസ്റ്റർ വരുമ്പോൾ അല്ലെ അവരെയും കൂടി ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാവുമ്പോൾ ഒരു റിസർവ് സ്റ്റാഫുകളെ കൂടി ഇവിടെ എന്താണ് ഒരു ഹോസ്പിറ്റലൊക്കെ നേരത്തെ കൂട്ടി കണ്ടുവെക്കേണ്ടതുണ്ട്. നോക്കാതെ എങ്ങനെയാണെന്നും ഹോസ്പിറ്റൽ മസ്റ്റ് ബി ഐഡന്റിഫൈങ് ഫിസിഷ്യൻസ്, നഴ്സസ് ആൻഡ് റിട്ടയേർഡ് ഹോസ്പിറ്റൽ വർക്കേഴ്സ്. ഒരു സ്പെല്ലിംഗ് കറക്ഷൻ ഉണ്ട്, നിങ്ങളുടെ ചിലപ്പോൾ കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഉണ്ടോ? ഹോസ്പിറ്റൽ മസ്റ്റ് ബി ഐഡന്റിഫൈങ് ഫിസിഷ്യൻസ്, നഴ്സസ് ആൻഡ് റിട്ടയേർഡ് ഹോസ്പിറ്റൽ വർക്കേഴ്സ്. ക്ലിയർ ആണോ? നിങ്ങളുടെ കറക്റ്റ് ആണോ? റിട്ടയേർഡ് ഹോസ്പിറ്റൽ വർക്കേഴ്സ് എന്നാണോ കണ്ടേക്കുന്നത്? ആണോ? എല്ലാവരും ഇവിടുന്ന് പോയിന്ന് തോന്നുന്നു. ഞാൻ റിസർവ് സ്റ്റാഫില് ആണ് പറയുന്നത്. നമ്മുടെ ഹോസ്പിറ്റൽ മസ്റ്റ് ബി റിട്ടാക്ട് എന്നാണ് അല്ല അല്ലെ, റിട്ടയേർഡ് ഹോസ്പിറ്റൽ വർക്കേഴ്സ് എന്നാണ്. റിട്ടയർ ചെയ്ത അല്ലെ, വിരമിച്ച ഹോസ്പിറ്റൽ വർക്കേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്.
അതായത് നമുക്കറിയാം ഈ ഒരു അല്ലെ ഹോസ്പിറ്റലിൽ ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നമുക്കറിയാം ഒരു ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ വിരമിക്കുന്ന ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നഴ്സുമാര് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹോസ്പിറ്റലോ മറ്റേ ഈ പറഞ്ഞ പോലെ പാരാമെഡിക്കൽ സ്റ്റാഫുകളോ അല്ലെങ്കിൽ റേഡിയോളജി ലാബുകളിലൊക്കെ വർക്ക് ചെയ്ത് വിരമിച്ചിരിക്കുന്ന പേഴ്സൺസ് അല്ലെ, അങ്ങനെയുള്ളവര് or who have changed career to work outside of healthcare services or now work in areas other than direct patient care. അതായത് നമ്മൾ ഇത്തരത്തില് വിരമിച്ച പേഴ്സൺസ് ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള പേഴ്സൺസ് അതല്ലെങ്കിൽ എന്താണ് അവരുടെ കരിയർ ഒരു ചേഞ്ച് ചെയ്തിട്ട് അല്ലെ, ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടികളൊക്കെ, പക്ഷെ അവര് വീണ്ടും വേറൊരു ഡ്യൂട്ടിയിലേക്കാണ് പോയേക്കുന്നത്. പക്ഷെ അവർക്ക് എന്താണ് ആക്ച്വലി ജോബ് അറിയാം, അങ്ങനെയുള്ള പേഴ്സൺസ്. Then next എന്താ പറയുന്നത്, now work in an area other than direct patient care. ഡയറക്റ്റ് പേഷ്യന്റ് കെയർ അല്ലാതെ തന്നെ ഇത്തരത്തിലുള്ള വർക്ക് ചെയ്യുന്നവരും ഉണ്ടാകാം. നമുക്കറിയാം ഓൾറെഡി ഒരു സ്ഥാപനത്തിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഓൾറെഡി ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലെ. റിട്ടയർഡ് പേഴ്സൺ ആണെങ്കിലും വളരെ എക്സ്പീരിയൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഈ ഒരു ജോലി വേണ്ട വേറൊരു ജോലിയിലേക്ക് പ്രവേശിക്കാമെന്ന് തോർത്ത് മറ്റൊരു ജോലി ചെയ്യുന്നവരാണെങ്കിലും തീർച്ചയായിട്ടും ആദ്യം ചെയ്തിരുന്ന ജോലിയിലൊരു എക്സ്പീരിയൻസ് ഉണ്ടാകും. നമുക്കറിയാം ആ ജോലിയിൽ തന്നെ അല്ലെ, ആ ഹോസ്പിറ്റലിൽ തന്നെ പങ്ക് ചെയ്യാതെ ഇത്തരത്തിലുള്ള ഡ്യൂട്ടി ചെയ്യുന്ന വേറൊരു വ്യക്തികളും ഉണ്ടാവും, ഇതേ ജോലി തന്നെ തുടരുന്നുണ്ടാവും. അപ്പൊ ഡയറക്റ്റ് അല്ലാതെ തന്നെ ഇത്തരത്തിലുള്ള ജോലി ചെയ്യുന്നവരും ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള പേഴ്സൺസിന്റെ ലിസ്റ്റ് അവിടെ ഉണ്ടായിരിക്കണം. നമുക്കറിയാം എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഡിസാസ്റ്റർ സംഭവിക്കുകയാണെങ്കിൽ അവരെയും കൂടി നമുക്ക് പങ്കാളികളാക്കാനായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത്. ഓക്കെ, റിസർവ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ hospital must be identified physician, nurses and retired hospital workers. അവരൊരു ലിസ്റ്റ് ഹോസ്പിറ്റലിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്താ അറിയാം, ഇന്ന സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് അല്ലെ അവരെയൊക്കെ സഹായം തേടാനൊക്കെ ആയിട്ട് സാധിക്കും അല്ലെ. നമുക്കറിയാം കോവിഡ് സാഹചര്യത്തിലൊക്കെ എന്താണ് പാരാമെഡിക്കൽ സ്റ്റാഫുകൾക്കൊക്കെ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു അല്ലെ. അപ്പോ അതായത് നമുക്കറിയാം ഇത്തരത്തിലുള്ള സേവനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരെ വിളിച്ചത് അല്ലെ. കാരണം അവരെ ലിസ്റ്റുകൾ എടുത്തിട്ട് അത്തരത്തിലുള്ള പേഴ്സൺസിനെ വേഗം കളക്ട് ചെയ്തിട്ട് ഇത്രയും പെട്ടെന്നുള്ള ആ ഒരു ഡിസാസ്റ്റർ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് റിസർവ് സ്റ്റാഫുകൾ. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യം വരുമ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തികളൊക്കെ പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രധാനപ്പെട്ട ദൗത്യം ഈ ഒരു അല്ലെ ദൗത്യം എത്രയും പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടൊക്കെ വിളിച്ച് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇത്ര നേരം എന്താണ് ഡിസ്കസ് ചെയ്തത് ഇത്തരത്തിലുള്ള പേഴ്സൺസിന് ഒരു ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി ഉണ്ട്, ഫിനാൻഷ്യൽ പ്ലാനിങ്. നമ്മുടെ ഫിനാൻസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ഈ റിസർവ് സ്റ്റാഫിനെ കുറിച്ചിട്ടാണോ ഉദ്ദേശിച്ചത്? ഓക്കെ, നോക്കാം. റിസർവ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ നിലവിൽ ഉള്ള സ്റ്റാഫുകൾ നമുക്കറിയാം അവിടെ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അല്ലെ, നല്ല അത്യാവശ്യം പേഷ്യന്റ് ഒക്കെ ഉള്ള നല്ല പേരുകേട്ട ഹോസ്പിറ്റലാണ്. അങ്ങനെ നന്നായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വർക്കിംഗ് ഏരിയസ് എന്ന് പറയുമ്പോൾ അവർക്ക് അതിനുള്ളിൽ നിന്ന് ചിലപ്പോ ഇത്തരത്തിലുള്ള ഡ്യൂട്ടികൾക്ക് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ എന്താണ് നിലവിൽ അവരുടെ ലിസ്റ്റിലുള്ള കുറച്ച് ഇത്തരത്തിലുള്ള ആളുകളെയും കൂടി അവർക്ക് വിളിക്കുക അല്ലെ, ആ ഒരു ഡിസാസ്റ്റർ മുഖത്തേക്ക് വരാനായിട്ടും അവരുടെ സേവനങ്ങൾ ലഭ്യമാക്കാനായിട്ടും അവരെയും കൂടി സർവീസ് ആവശ്യപ്പെടാനായിട്ടാണ് റിസർവ് സ്റ്റാഫുകളെ നേരത്തെ കൂട്ടി കണ്ടെത്തി വെക്കണം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഹോസ്പിറ്റൽ മസ്റ്റ് ബി ഐഡന്റിഫൈ ഫിസിഷ്യൻസ്. നമുക്കറിയാം അവിടെയുള്ള ഇപ്പൊ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ട് റിട്ടയർ ആയി പോയ നഴ്സുമാരുടെ സ്റ്റാഫുമാരുണ്ടാവും അല്ലെങ്കിൽ പാരാമെഡിക്കൽ സ്റ്റാഫുകളുണ്ട്. അതേമാതിരി തന്നെ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ട് ഈ ഹോസ്പിറ്റൽ സേവനത്തിൽ നിന്ന് മറ്റു ഒരു ലെവലിലേക്ക് പോകാത്ത വേറെ ഏതെങ്കിലും അല്ലെ ജോലി തെരഞ്ഞെടുക്കുന്നവരുണ്ടാവും. അപ്പൊ ഇവരുടെയൊക്കെ പേരുകൾ തീർച്ചയായിട്ടും അല്ലെ അവിടെ ആ ഹോസ്പിറ്റലിനകത്ത് ഉണ്ട്. തീർച്ചയായിട്ടും ഇനിയുള്ള മെമ്പേഴ്സിനൊക്കെ ഇത്തരത്തിലുള്ള ഡ്യൂട്ടിയുമായി പരിചയമുണ്ടെന്ന് അവർക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് ഒരു ഡിസാസ്റ്റർ സംഭവിക്കുന്ന സമയത്ത് ഈ ഹോസ്പിറ്റലിലെ വർക്കേഴ്സ് പരിമിതമാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ റെക്കോർഡിക്കലി നമുക്കറിയാം ആ റിസർവ് സ്റ്റാഫുകളുടെ ലിസ്റ്റ് എടുത്തിട്ട് അവരുമായി ബന്ധപ്പെട്ട് അവരുടെ സേവനം കൂടി തേടാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് പോയിന്റ് ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ്. അത് ഫിനാൻസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം പണവുമായി ബന്ധപ്പെട്ട മുൻകൂട്ടിയുള്ള ആസൂത്രണ പദ്ധതികളാണ്. ഇത് ഒരുപാട് വിവരിച്ചിട്ടൊന്നുമില്ല, നമുക്ക് സ്റ്റാഫുകളെ കുറിച്ചിട്ട് മാത്രമാണ് വിവരം തന്നിരിക്കുന്നത്. മെഡിക്കൽ സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫ്, ദെൻ
ancillary staff, volunteers, then reserve staff. Okay, clear ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. ഇതില് കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ട്. ഈ പറഞ്ഞ റിസർവ് സ്റ്റാഫ് അല്ലെ, അതിൽ ആരൊക്കെ ഇൻക്ലൂഡഡ് ആവാം എന്ന് ചോദിക്കാം. നമുക്കറിയാം ഹോസ്പിറ്റൽ അല്ലെ, ഫിസിഷ്യൻസ്, റിട്ടയേർഡ് ആയിട്ടുള്ള ഫിസിഷ്യൻസ്, നഴ്സുമാരും വരാം. then എന്താണ് കരിയർ അല്ലെ, മറ്റൊരു കരിയർ ഇതുമായി ബന്ധപ്പെട്ടല്ലാതെ വേറൊരു കരിയർ, അവരുടെ ഓപ്പർച്യൂണിറ്റി വേറൊരു രീതിയിലേക്ക് വർക്കുമായി ബന്ധപ്പെട്ട് പോകുന്നവരുണ്ടാവാം. then എന്താണ് വർക്ക് ഇൻ അതർ ഏരിയാസ്, ഡയറക്റ്റ് പേഷ്യൻ, ഇപ്പോൾ നിലവിലെ ഡയറക്റ്റ് പേഷ്യൻ കെയർ അല്ലാതെ വേറെ രീതിയിൽ ഇതേമാതിരി തന്നെയുള്ള ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് അല്ലെ ഡ്യൂട്ടി ചെയ്യുന്നവരും ഉണ്ടാവാം. അത്തരത്തിലുള്ള പേഴ്സൺസ് എല്ലാം റിസർവ് സ്റ്റാഫിന്റെ ഇതില് ലിസ്റ്റിൽ പെടാവുന്നവരാണ്. then ആൻസിലറി സ്റ്റാഫ് എന്ന് പറയുന്നത് ആരൊക്കെയാണ് അല്ലെ, ആൻസിലറി സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ആരൊക്കെയായിട്ട് വരും? നമുക്കറിയാം എന്താണ് റേഡിയോളജി വിഭാഗത്തിലുള്ളവരാ, ലബോറട്ടറി വിഭാഗത്തിലുള്ളവര്, ബ്ലഡ് ബാങ്ക് വിഭാഗത്തിലുള്ളവരൊക്കെ നമുക്ക് ഏത് വിഭാഗത്തിൽ പെടുത്താം? ആൻസിലറി സ്റ്റാഫ് എന്ന വിഭാഗത്തിൽ പെടുത്താം. ഓക്കെ അല്ലേ? ദെൻ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും കാണാനില്ല. നിങ്ങൾ പേഴ്സണൽ പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ ഓർത്ത് വെച്ചാൽ മതി. മെഡിക്കൽ സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫ്, ആൻസിലറി സ്റ്റാഫ്, വോളണ്ടിയേഴ്സ്, റിസർവ് സ്റ്റാഫ്. ഈ ഒരു 5 ഗ്രൂപ്പ് ഓർമ്മയിൽ വന്നാൽ തന്നെ നമുക്കറിയാം അല്ലെ, ക്വസ്റ്റ്യൻസ് ഏതാണ്ട് നമുക്ക് ആരൊക്കെയാണ് അല്ലെ അവരെ മുൻകൂട്ടി തയ്യാറാക്കി നിർത്തണം എന്ന് പറയുന്ന രീതി ഏതൊക്കെയാണുള്ളത്. ജസ്റ്റ് ഒന്ന് നഴ്സിംഗ് സൂപ്രണ്ടന്റാണ് ഇതിൽ ലൈഫായി നമ്മളതൊന്നും കണ്ടിട്ടില്ല. ഇൻ കേസ് ചോദിക്കണമെങ്കിലും ചാൻസ് ഒക്കെ ഉള്ളതാണ്. നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ് ഇത്തരത്തിലുള്ള സ്റ്റാഫിന്റെ നഴ്സുമാരുടെ ഒക്കെ അതുകളെല്ലാം കണ്ടെത്തി വെക്കുന്നത് എന്നുള്ളത് ലൈഫായിട്ടുള്ള പേഴ്സൺ. ഓക്കെ, ക്ലിയർ അല്ലേ? വായിച്ചു നോക്കാം. നെക്സ്റ്റ് നോക്കാം, ഡിസാസ്റ്റർ ഫേസ്. ഓക്കെ, ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, എന്താണ് ദുരന്ത സജീവമായി നിൽക്കുന്ന ആ ഒരു സ്റ്റേജ് ആണ് ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത്. ഡിസാസ്റ്റർ ആക്ടിവേഷൻ, അത് പ്രധാനമായിട്ടും പറയുന്നത് ഡിസാസ്റ്റർ ആക്ടിവേഷൻ then ഇൻസിഡന്റ് കമാൻഡർ. ഡിസാസ്റ്റർ ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ദുരന്തവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അതിനെ അല്ലെ ആക്റ്റീവായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു ദുരന്തം വരുന്ന ആ ഒരു സമയത്ത്. പ്രീ ക്ലിനിക്കൽ എന്ന് പറഞ്ഞുമ്പോൾ നമുക്ക് അതിന് മുന്നോടിയായിട്ടുള്ള അല്ലെ ഒരു ഏരിയകളെ കുറിച്ചിട്ടുള്ള പ്രീ ക്ലിനിക്കൽ, അതായത് ഇവിടെയല്ലേ ഉദ്ദേശിക്കുന്നത് ക്ലിനിക്കൽ ഏരിയകളിൽ നമ്മൾ സാധാരണയായിട്ട് ചില പാരാമെഡിക്കൽ, പ്രീ ക്ലിനിക്കൽ ഡിസാസ്റ്റർ. ഓക്കെ, അതായത് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ റെഡിയാക്കി നിർത്തണം അല്ലെ. ആൻസിലറി മെഡിക്കൽ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ഓൾസോ അതർ ഹോസ്പിറ്റൽ സർവീസ്, എക്സാമ്പിൾ ഹൗസ് കീപ്പിംഗ്, സാനിറ്റേഷൻ സ്റ്റോർസ്, ഫാർമസി, കിച്ചൺ ഷുഡ് ബി അവൈലബിൾ. അവിടെ നമ്മള് നഴ്സുമാരുടെ പ്രീ ക്ലിനിക്കൽ എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് നമ്മുടെ മെഡിക്കൽ ട്രീറ്റ്മെന്റിന് മുന്നോടിയായിട്ട് അല്ലെ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി അതിനനുസരിച്ചിട്ട് തന്നെ നിർത്തേണ്ടതുണ്ട്. ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ എല്ലാവരും ഒന്ന് ഇത് ചെയ്ത് അല്ലെ ആ ഒരു പരിചരണ വിഭാഗത്തിന് മുന്നോടിയായിട്ട് അവരേക്ക് ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പൊ അത് ഏതൊക്കെ എന്നുള്ളൊരു ഇതിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള സ്റ്റാഫുകളെയും കൂടി നമ്മൾ മസ്റ്റായിട്ട് അവിടെ റെഡിയാക്കി നിർത്തണം എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? അതെ, മെഡിക്കൽ സ്റ്റാഫില് ഇല്ല. അതെ, ഇവിടെ മെമ്പേഴ്സ് ഓഫ് ക്ലിനിക്കൽ സ്റ്റാഫ്, പാര ആൻഡ് പ്രീ ക്ലിനിക്കൽ ഡിസിപ്ലിനേഴ്സ് ആൻഡ് സ്റ്റാൻഡേർഡ് ബൈ. അതായത് ഇവിടെ നമ്മൾ അതിന്റെ കൂടുതൽ ഇവിടെ പറയുന്നുണ്ടല്ലോ ആൻസിലറി മെഡിക്കൽ സർവീസ്. അപ്പൊ നമ്മൾക്കറിയാം ഈ ഒരു പാരാമെഡിക്കൽ സ്റ്റാഫുകൾ, അതേമാതിരി തന്നെ പ്രീ ക്ലിനിക്കൽ ഡിസിപ്ലിനറി, അതൊക്കെ നമ്മൾ അതിന് മുന്നോടിയായിട്ട് അവരെപ്പോഴാണ് ആ സർവീസ് ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ച് റെഡിയാക്കി നിർത്തണം. നമ്മൾ വീണ്ടും വന്നിട്ട് ആൻസിലറി സ്റ്റാഫിനെ കുറിച്ചിട്ട് പഠിക്കുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റിലേക്ക് പോകാം.
ഡിസാസ്റ്റർ ഫേസ് അല്ലെ. ഡിസാസ്റ്റർ ഫേസിൽ നമ്മൾ പറഞ്ഞു ഇത്തരത്തിലുള്ള ഡിസാസ്റ്റർ സംഭവിക്കുമ്പോൾ അല്ലെ അത് എത്രയും പെട്ടെന്ന് എല്ലാവരിലേക്കൊക്കെ എത്തിക്കണം. അത് എങ്ങനെയാണ് അതിന്റെ ആ ഒരു അലോക്കേഷൻ നോക്കാം. ഡിസാസ്റ്റർ ആക്ടിവേഷൻ, ആൾട്ടർ ആൻഡ് മൊബിലൈസേഷൻ ഫേസ്, പ്ലാൻ ഫോർ അലേർട്ടിംഗ് the disaster committee staff, other facilities like phones, paging and mobilizing resources to suitable activated areas. ഇപ്പൊ നമ്മളിപ്പോ ഒരു ദുരന്തം സംഭവിച്ചു, ഇപ്പൊ അവിടെ ഇങ്ങനെ ഒരു എന്താണ് മണ്ണിടിച്ചിൽ സംഭവിച്ചു, ഒരുപാട് പേര് മണ്ണിനടിയിൽ പെട്ടു അല്ലെ, അങ്ങനെ ഒരു സംഭവം വന്നിരിക്കുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് എന്താണത് അലേർട്ടായിട്ട് എല്ലാവരിലേക്കും എത്തിക്കണം അല്ലെ. അപ്പൊ അത് എങ്ങനെയാ നമ്മൾ സാധാരണയായിട്ട് ഫോൺ കോൾ വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമുക്കറിയാം ഇപ്പൊ വാട്സപ്പും ഒരുപാട് മൊബൈലിന്റെ അല്ലെ നെറ്റുമായി ബന്ധപ്പെട്ടുള്ള സർവീസുകളുണ്ട്. അതുകൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് എല്ലാവരിലേക്കൊക്കെ എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത് എത്രയും പെട്ടെന്ന് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ അലേർട്ടായിട്ട് തന്നെ എല്ലാവരിലേക്കും എത്തിക്കുക. ആൾട്ടർ ആൻഡ് മൊബിലൈസേഷൻ ഫേസ്, അതായത് നമ്മൾ ആദ്യം എത്തിക്കുക അല്ലെ, എന്താണ് ദുരന്തം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഫോണോ മറ്റേതെങ്കിലും ഡിവൈസുകൾ വഴി നമ്മൾ എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. Then and mobilizing resources to suitable activated areas. Then അവിടേക്ക് ആവശ്യമായ വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാവരുടെയും സേവനങ്ങളാണ് അവിടെ ആവശ്യം അല്ലെ. അപ്പം ആ സേവനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഘട്ടമാണ് ഇതിൽ വരുന്നത്. ആദ്യം തന്നെ അലേർട്ടായിട്ട് എല്ലാവരിലേക്കും എന്താണ് ഡിസാസ്റ്റർ സംഭവിച്ചിരിക്കുന്നതെന്ന് എത്തിക്കുക. ദെൻ അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സസ് മൊബിലൈസ് ചെയ്യുക, സമാഹരിക്കുക എന്നുള്ളതാണ് ഡിസാസ്റ്റർ ആക്ടിവേഷനിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം. വായിച്ചു നോക്കിയോ? ഫസ്റ്റ് പോയിന്റ് എന്താണ് ഡിസാസ്റ്റർ ആക്ടിവേഷൻ എന്നുള്ളത് ക്ലിയർ ആയോ? ആൾട്ടർ ആൻഡ് മൊബിലൈസേഷൻ ഫേസ് ആണ് ഇവിടെ പറയുന്നത്. ആൾട്ടർ എന്ന് പറയുമ്പോൾ അല്ലെ അത് നമ്മൾ എത്രയും പെട്ടെന്ന് എല്ലാവരിലേക്കും അലേർട്ടായിട്ട് എത്തിക്കുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് എന്താണ് മൊബിലൈസിങ്, അവിടേക്ക് വിഭവ സമാഹരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം വിഭവങ്ങൾ സമാഹരിക്കുക എന്ന് പറയുന്നത് അവിടെയുള്ള അല്ലെ ദുരന്തം അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുക. അതൊരു പക്ഷെ നമുക്കറിയാം സർവീസിന്റെ മൈൻഡിലായിട്ട് തന്നെയായിരിക്കും എത്തിക്കുക. ചിലപ്പോൾ ഡോക്ടേഴ്സിന്റെ സേവനങ്ങളായിരിക്കാം, ചിലപ്പോൾ അല്ലെ വെള്ളമായിരിക്കാം, മറ്റേതെങ്കിലും രീതിയിലുള്ള മൊബിലൈസേഷൻ ആയിരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇൻസിഡന്റ് കമാൻഡർ. എന്താണ് ഇൻസിഡന്റ് കമാൻഡർ എന്ന് പറയുന്നത്? ആൻ ഇൻസിഡന്റ് കമാൻഡർ who must be free to command and coordinate the overall disaster response must be appointed by hospital administration, example an emergency department physician with the emergency medical services. അതായത് ഇതില് പറയുകയാണ് നമ്മളൊരു കമാൻഡ് അല്ലെ കമാൻഡ് ചെയ്യാനായിട്ട് ആജ്ഞാപിക്കാനുള്ള ഒരു അധികാരം നമ്മൾ ഫ്രീ ആയിട്ട് അവിടെ വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് ഇൻസിഡന്റ് കമാൻഡർ. ഇൻസിഡന്റ് കമാൻഡർ എന്ന് പറയുന്നത് ഹു മസ്റ്റ് ബി ഫ്രീ ടു കമാൻഡ് ആൻഡ് കോർഡിനേറ്റ് അല്ലെ, അത് ആജ്ഞാപിക്കാനായിട്ട് ഉള്ള ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു കമാൻഡിങ് പവർ അവിടെ വിട്ടുകൊടുക്കണം. നമുക്കറിയാം വെറുതെ എല്ലാവർക്കും വിട്ടുകൊടുക്കില്ല അല്ലെ, എന്തായാലും ചീഫ് ആയിട്ടുള്ള വ്യക്തികൾക്കാണ് ആജ്ഞാപിക്കാനുള്ള ഒരു അവകാശം വിട്ടുകൊടുക്കുകയുള്ളൂ. അങ്ങനെ ആജ്ഞാപിക്കാനുള്ള ഇത് വിട്ടുകൊടുക്കുമ്പോഴാണ് മറ്റുള്ളവരെല്ലാവരും തന്നെ ആജ്ഞകൾ അനുസരിക്കാനും എന്താണ് അത് ഏകോപിപ്പിച്ച് തന്നെ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള എന്താണ് സേവനങ്ങൾ ലഭ്യമാക്കാനും സാധിക്കും അല്ലെ. അപ്പൊ an excellent commander who must be free to command and coordinate the overall disaster response. അപ്പൊ ഉത്തരവാദിത്തത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു അധ്യാപന സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കുക. must be appointed by hospital administration. അത് വിട്ടുകൊടുക്കേണ്ടത് ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പദവിയിലുള്ളവരെ തന്നെ വിട്ടുകൊടുക്കുക അല്ലെ, മാനേജ്മെന്റ് തന്നെ അങ്ങനെ ആജ്ഞാപിക്കാനും അത് ഉത്തരവാദിത്വ ബോധമുള്ളവർക്ക് തന്നെ വിട്ടുകൊടുക്കുക. then അവരത് പരമാവധി കോർഡിനേറ്റ് ചെയ്ത് തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. എമർജൻസി ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, an emergency department physician with the emergency medical service അല്ലെ. അപ്പൊ അവിടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഫിസിഷ്യൻ ആണ് എന്താണ് ഇത്തരത്തിലുള്ള എമർജൻസി ആയിട്ടുള്ള മെഡിക്കൽ സർവീസുകൾക്കൊക്കെ ആജ്ഞാപനം അല്ലെ, അദ്ദേഹം ഡോക്ടറിന്റെ മേലധികാരത്തിലായിരിക്കും ആജ്ഞാപനങ്ങളൊക്കെ നടപ്പാക്കുന്നത്. അതനുസരിച്ചിട്ടായിരിക്കും അവരുടെ താഴെയുള്ള ജീവനക്കാരുടെ അവരുടെ ഡ്യൂട്ടികളെല്ലാം പെർഫോം ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ,
അപ്പൊ മൊത്തത്തിലുള്ള ദുരന്ത നിവാരണത്തെ നിയന്ത്രിക്കാനുള്ള ഒരു അധികാരമാണ് അവിടെ കൊടുക്കുന്നത്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കുമ്പോൾ അവർ ഉത്തരവാദിത്ത ബോധത്തോട് കൂടിയിട്ട് ചെയ്യാനായിട്ടുള്ള അർഹത അല്ലെ, ഒരു കോർഡിനേറ്റ് ചെയ്യാനായിട്ടുണ്ടാവും. ഒരു എക്സാമ്പിളും പറയുന്നുണ്ട്, ഒരു ഫിസിഷ്യനാണ് ഇത്തരത്തിലുള്ള കമാൻഡിങ് പവർ വിട്ടെടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിൽ തന്നെയുള്ള സഹപ്രവർത്തകരെ കൊണ്ട് ഡ്യൂട്ടി ചെയ്യിപ്പിക്കാനുള്ള ഒരു രീതിയാണ് ഉദ്ദേശിക്കുന്നത് ഇൻസിഡന്റ് കമാൻഡർ. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് ഡിസാസ്റ്റർ ആക്ടിവേഷൻ, ദെൻ ഇൻസിഡന്റ് കമാൻഡർ. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഇങ്ങനെ അലേർട്ട് ചെയ്യുക അല്ലെ, നമുക്ക് ഇത്തരത്തിലുള്ള ഒരു നമുക്കറിയാം ഹോസ്പിറ്റലാണെങ്കിലും എന്താണ് ദുരന്തത്തിന്റെ ആ ഒരു ഫേസ് നമ്മൾ കണ്ടെത്തും അല്ലെ, ഏത് ഭാഗത്താണ് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതിനനുസരിച്ചിട്ടാണ് ഹോസ്പിറ്റലിന്റെ എന്തെങ്കിലും പിന്നിൽ നിന്ന് ഇത്തരത്തിലുള്ള സേവനങ്ങൾ വേണ്ടി വരുമ്പോൾ ഒരു കമാൻഡിങ് പവർ ആർക്കെങ്കിലും വിട്ടുകൊടുക്കുകയും അവർ അതനുസരിച്ചിട്ടുള്ള സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ടുള്ള കമാൻഡിങ് പവർ ഏർപ്പാടാക്കി തന്റെ കീഴിലുള്ള ജീവനക്കാരെ കൊണ്ടൊക്കെ കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇൻസിഡന്റ് സ്റ്റാഫ് എന്താണ്. അപ്പൊ ഇൻസിഡന്റ് സ്റ്റാഫിന്റെ ഒരു ഘട്ടത്തിലേക്ക് വരികയാണ്. അവിടെ പെട്ടെന്ന് അല്ലെ ഒരു ഇൻസിഡൻസസ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണോന്ന് വെച്ചാൽ നമുക്ക് അല്ല അതിന് പ്രത്യേകിച്ച് ആരാണെന്നൊന്നും പ്രത്യേകിച്ച് എടുത്തൊന്നും ചോദിച്ച് കാണാറില്ല. എന്നാലും താഴേക്ക് കുറച്ച് പോയിന്റ്സുകൾ കാണാറുണ്ട്. ഇങ്ങനെ ഇതിലൊക്കെ കുറച്ച് പേര് കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. നമുക്ക് നോക്കാം. ഇൻസിഡന്റ് സ്റ്റാഫ്സ് നോക്കാം. ദ പർപ്പസ് ഓഫ് ഇൻസിഡന്റ് സ്റ്റാഫ് comprised of a command and a general staff is to providing the hospital IC with enough manpower to meet all his or her responsibility in conducting the disaster relief operation. അപ്പൊ നമ്മൾ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളാണ് അല്ലെ നമ്മളപ്പോ അത് നടത്തുന്നതിൽ ആശുപത്രിയിലെ ICUയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തണം. തീർച്ചയായിട്ടും നമുക്കറിയാം ഉത്തരവാദിത്ത ബോധമുള്ള ഏതെങ്കിലും ഇങ്ങനെയൊക്കെ ആയിരിക്കും അത് ഏൽപ്പിക്കുക അല്ലെ. The purpose of the incident staff is to provide the hospital IC with the enough manpower to meet all his or her responsibilities to in conducting the disaster relief operation. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെ അല്ലെ നമ്മൾ ഈ ഒരു ഏകോപനം നടത്താൻ വേണ്ടിയിട്ട് ICUവിന്റെ ശരിക്കും തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ മാൻ പവറിന്റെ ശക്തിയാണ് കൂടുതലും വേണ്ടത് അല്ലെ. ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ICU അല്ല IC അപ്പൊ അവിടെ IC തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റൽ IC വിത്ത് ഇനഫ് മാൻ പവർ ടു മീറ്റ് ഓൾ ഹിസ് ഓർ ഹെർ റെസ്പോൺസിബിലിറ്റി ഇൻ കണ്ടക്ടിങ് ദ ഡിസാസ്റ്റർ റിലീഫ് ഓപ്പറേഷൻ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ക്രിട്ടിക്കൽ സ്റ്റേജുകൾ വരുമ്പോൾ അല്ലെ ഇൻസിഡന്റ് വരുന്ന സാഹചര്യത്തിൽ ഒരു ഇൻസിഡന്റ് കമാൻഡറിന്റെ മേൽനോട്ടത്തിലാണ് നമ്മുടെ IC എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻസിഡന്റ് കമാൻഡറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഓക്കെ. അപ്പൊ ആ ഇൻസിഡന്റ് കമാൻഡറിന്റെ ആ ഒരു മേൽനോട്ടത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നത് അല്ലെ. അപ്പൊ അവിടെ തീർച്ചയായിട്ടും അവിടെ വേണ്ടിയിരിക്കുന്നത് മാൻ പവറിന്റെ ശക്തിയാണ് അവിടെ കമാൻഡർ ഉദ്ദേശിക്കുന്നത് അല്ലെ. കമാൻഡർ നമുക്ക് അറിയാം ഫിസിഷ്യൻ, അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന പേഴ്സൺസ് ഒക്കെ ആയിരിക്കും ഇന്നെല്ലാം അല്ലെ അവിടെയുള്ള രോഗികളൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു കോർഡിനേഷൻ കൊടുക്കുന്നത്, ആ ഒരു ഡയറക്ഷൻ കൊടുക്കുന്നത്. ആ ഡയറക്ഷനിലൂടെ ആയിരിക്കും അവിടെയുള്ള താഴെയുള്ള ജീവനക്കാരൊക്കെ പ്രവർത്തിക്കുന്നത്. ഓക്കെ. അപ്പൊ അവിടെ ഇനഫ് മാൻ പവർ, അവിടെ മതിയായ മാൻ പവർ അവർക്ക് ആവശ്യമാണ്. ആ ഒരു ഡിസാസ്റ്റർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ, ദുരന്ത പോകാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മതിയായ മാൻ പവർ അവിടെ ആവശ്യമാണ്. അപ്പൊ എന്താണ് നമ്മുടെ ഇൻസിഡന്റ് കമാൻഡർ എത്രത്തോളമാണ് ആവശ്യപ്പെടുന്നത് അതനുസരിച്ചിട്ട് തന്നെ അവർക്ക് വിട്ടുകൊടുക്കേണ്ടതുണ്ട്. By incident staff will നോക്കാം. The purpose of the incident staff comprised the command and the general staff is to provide in the hospital incident commander with enough manpower to meet all his or her responsibility in conducting the disaster relief operation. Okay. അവിടെ ഏറ്റവും കൂടുതൽ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നത് എന്താണ്? മാൻ പവറിനെ കുറിച്ചിട്ടാണ്. മാൻ പവർ എന്താണെന്ന് നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായി കാണും അല്ലെ. മാൻ പവർ എന്ന് പറഞ്ഞാൽ മനുഷ്യശക്തി അല്ലെ. അവിടെ മനുഷ്യ വിഭവ ശക്തിയാണ് കൂടുതലായിട്ട്. അതായത് നഴ്സുമാര്, ഡോക്ടേഴ്സ്, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ അവരുടെയൊക്കെ സേവനങ്ങളാണ് ആ ദുരന്ത മുഖത്ത് കൂടുതലായിട്ട് കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്. അതിന്റെ ഒരു അല്ലെ ഡയറക്ടറായിട്ടാണ്, ഒരു കമാൻഡർ ആയിട്ടാണ് നമ്മൾ ഇൻസിഡന്റ് കമാൻഡർ ആയിട്ട് ചിലപ്പോൾ ഹോസ്പിറ്റലിലെ ഒരു ഫിസിഷ്യനൊക്കെ ആയിരിക്കും മെയിൻ ആയിട്ട് അതിന് നേതൃത്വം വഹിക്കുന്നത്. നെക്സ്റ്റ് നോക്കുക. A staff comprising the 7 position most apt for a medium size disaster planning, logistic, operation, finance, public relations, safety and security liaison. അതായത് നമ്മളിപ്പോ ഈ ഒരു സ്റ്റാഫിന് അലോക്കേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കറിയാം ഇപ്പൊ ഒരു കമാൻഡർ വേണം എന്നുള്ള കാര്യം നമ്മൾ കണ്ടു അല്ലെ.
അതുമാത്രം തന്നെ ഇതിനൊരു പ്ലാനിങ് വേണം, ഒരു ആസൂത്രണം വേണം. ഒരു കമാൻഡർ മാത്രം നിശ്ചയിച്ചിട്ട് കാര്യമില്ല അല്ലെ. നമുക്കത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഒരു ആസൂത്രണം വേണം, ഒരു പ്ലാനിങ് വേണം. ലോജിസ്റ്റിക് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കി സങ്കീർണമായിട്ടുള്ള ഈ പ്രശ്നത്തിന് അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ തന്നെ അല്ലെ ജനങ്ങളൊക്കെ വിന്യസിച്ച് അത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. പ്ലാനിങ് പോലെ തന്നെ അത് തിട്ടപ്പെടുത്തി കൊണ്ടുപോകുന്നതാണ് ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. ദെൻ ഓപ്പറേഷൻ, അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകണം. ദെൻ ഫിനാൻസ്, നമ്മൾ ആളെ കണ്ടെത്തിയ പോരാ, പ്രവർത്തനങ്ങൾ അവിടെ ആവശ്യമാണ് അല്ലെ. ആളുകളെ കണ്ടെത്തുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയല്ലേ. നമ്മൾ കണ്ടെത്തുക, ഒരു പക്ഷെ ആൾക്കാരൊക്കെ അലോട്ട് ചെയ്യും, പക്ഷെ അവര് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കണം അല്ലെ, ഓപ്പറേഷൻ ചെയ്യുന്ന. ഫിനാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള അതിനനുസരിച്ചിട്ടുള്ള ഫണ്ട് വേണം. പബ്ലിക് റിലേഷൻസ്, ജനങ്ങളുമായിട്ട് അല്ലെ, അവിടെ പൊതുവായിട്ട് എല്ലാവരുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. അതേമാതിരി തന്നെ നമുക്കറിയാം ഒറ്റയൊരുക്കി നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല അല്ലെ. ദുരന്തം സംഭവിച്ചിരിക്കുന്ന ഏരിയകളിൽ ഇനിയും ദുരന്തം വരാമോ, അല്ലെങ്കിൽ എത്രത്തോളം പേര് അവിടെ അകപ്പെട്ടിട്ടുണ്ട്, അപ്പൊ ഒരു റിലേഷൻ വേണം അല്ലെ. അവിടെയുള്ള ജനങ്ങളായിട്ടൊരു ബന്ധം വേണ്ടി വരും. സേഫ്റ്റി, നമുക്കറിയാം സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും മേൽനോട്ടം വഹിക്കേണ്ടതുണ്ട്. അതേമാതിരി തന്നെ സെക്യൂരിറ്റി അല്ലെ, നമ്മുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇൻ കേസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കും സംരക്ഷണം അവിടെ ആവശ്യമാണ്. ലേസൺ നമ്മൾ കണ്ടായിരുന്നു അല്ലെ, മറ്റേതെങ്കിലും തരത്തിലൊക്കെ ലേസൺ ഓഫീസറെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചു. എന്തെങ്കിലും ഇത്തരത്തിലുള്ള ദുരന്ത ഇരകൾക്കൊക്കെ എന്തെങ്കിലും സഹായ ഹസ്തങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പബ്ലിക്കിനെ അറിയിക്കാനുള്ള ഒരു ഓഫീസർ അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ലേസൺ ഓഫീസറൊക്കെ അവിടെ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അപ്പൊ ഒരു സ്റ്റാഫ് എന്ന് പറയുന്ന ഒരു അണ്ടറിന്റെ കീഴിൽ പലതരത്തിലുള്ള മേൽനോട്ടം വഹിക്കുന്ന സ്റ്റാഫുകളുണ്ട്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെയാണോ? വിട്ടുപോയ ഓക്കെയാണ്. അപ്പൊ എന്താണ്, പലതരത്തിലുള്ള സ്റ്റാഫുകൾ ഇവിടെ ഒന്നിച്ചു കൂടേണ്ടതുണ്ട്. ഒരിക്കലും മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് മാത്രം അല്ലെ, അത് മാത്രം ഏകോപിപ്പിച്ച് ഒരു ഫിസിഷ്യന്റെ അണ്ടറിൽ കുറച്ച് സ്റ്റാഫുകൾ മാത്രം എന്നോട്ട് വഹിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ദുരന്തമുഖത്തിന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനമാക്കി കൊടുക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആവശ്യമായ പ്ലാനിങ് വേണം, ലോജിസ്റ്റിക്സ് ആയി ബന്ധപ്പെട്ട പേഴ്സൺസ് വേണം, ഓപ്പറേഷന്റെ ലീഡർ അണ്ടറുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ഉണ്ടായിരിക്കണം. ദെൻ എന്താണ്, അതിനുള്ള പൊസിഷൻ, അതിനുമായി ബന്ധപ്പെട്ട ഒരു പൊസിഷൻ ഉണ്ടായിരിക്കണം. ദെൻ ഫിനാൻസ് അല്ലെ, ഫണ്ട് അത് വിനിയോഗം ചെയ്യേണ്ടതുണ്ട്. പബ്ലിക് റിലേഷൻസ് ഉണ്ട്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആൻഡ് ലേസൺ. അങ്ങനെ 7 തരത്തിലുള്ള പൊസിഷൻസ് ആണ് സ്റ്റാഫുമായി ബന്ധപ്പെട്ട് ഇവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഇൻസിഡന്റ് കമാൻഡർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അല്ലെ, മീൻ ഓഫ് മാൻ പവർ ആണ്. അതൊരു അണ്ടർലൈൻ ചെയ്ത് വരെ നമുക്കറിയാം, മതിയായ മാൻ പവർ ശേഷിയാണ് ഇൻസിഡന്റ് കമാൻഡർ പ്രധാനമായിട്ടും കാൽക്കുലേറ്റ് ചെയ്ത് കൈകാര്യം ചെയ്ത് പോകുന്നത്. Then വേറെ ക്വസ്റ്റ്യൻസ് അങ്ങനെ കണ്ടിട്ടില്ല. എനിവേ നമുക്ക് താഴേക്ക് നോക്കാം. When disaster strikes, activities in a hospital. ഇൻ കേസ് ആശുപത്രിയിലെ പ്രവർത്തനങ്ങൾ അല്ലെ, ദുരന്തം ഉണ്ടാകുമ്പോൾ ഈ ആശുപത്രിയിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയെന്ന് നോക്കാം. നമ്മളിപ്പോ ഡിസാസ്റ്റർ ഉണ്ടാവുന്ന ഒരു മേഖലയിലേക്കും കൂടി ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഇനി ഇപ്പോ ഒരു ഹോസ്പിറ്റലില് അല്ലെ, ഒരു ഡിസാസ്റ്റർ സ്ട്രൈക്സ് ആക്ടിവിറ്റീസ് ഇൻ ഹോസ്പിറ്റലിൽ എങ്ങനെയാണ് അതിനെ അഭിമുഖീകരിക്കേണ്ടത്, അതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് നോക്കാം. ഓതറൈസ്ഡ് ഇൻഡിവിജ്വൽസ് ആർ കോൾഡ് ടു ഡിക്ലെയർ എ ഡോക്ടർ മേജർ. അതായത് നമ്മളിപ്പോ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അംഗീകൃതമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് അതിനെ പറയുന്ന പേരാണ് ഡോക്ടർ മേജർ. ഡോക്ടർ മേജർ എന്നാണ് ഈ ഡിസാസ്റ്ററുമായി, ഹോസ്പിറ്റലിലെ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് ഡിക്ലെയർ ചെയ്യുന്ന വാചകമാണ് ഡോക്ടർ മേജർ. ആ ഒരു പദമാണ് ഡോക്ടർ മേജർ എന്നുള്ള പദമാണ് അവിടെ യൂസ് ചെയ്യുന്നത്. CEO, medical director, nursing director, senior physician implements the disaster plan. Police and fire departments are informed. അപ്പൊ എത്രയും പെട്ടെന്ന് ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ മെഡിക്കൽ ഡയറക്ടറും നഴ്സിംഗ് ഡയറക്ടറും സീനിയർ ഫിസിഷ്യൻസ് ഒക്കെ എന്തെങ്കിലും പദ്ധതികളൊക്കെ നടപ്പാക്കും. ആ നടപ്പാക്കുന്ന കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് പോലീസിനെ മറ്റ് ഫയർ ഡിപ്പാർട്ട്മെന്റിനെയൊക്കെ അറിയിക്കണം അല്ലെ. ഹോസ്പിറ്റലിലെ ഒരു ദുരന്തമുഖമാകുന്ന ഒരു സാഹചര്യത്തില് നമ്മൾ അറിയപ്പെടുന്ന പേരാണ് ഡോക്ടർ മേജർ എന്നാണ് അത് അറിയപ്പെടുന്നത്. ആ ടൈമില് മെഡിക്കൽ ഡയറക്ടർ, CEO, നഴ്സിംഗ് ഡയറക്ടറും നഴ്സിംഗ് അല്ലെ സീനിയർ ഫിസിഷ്യനെല്ലാം പദ്ധതികൾ നടപ്പാക്കും. ആ പദ്ധതികളെല്ലാം എന്താണ്, നമ്മൾ എത്രയും പെട്ടെന്ന് പോലീസിനെ, ആ ഡിപ്പാർട്ട്മെന്റിനെ അല്ലെങ്കിൽ ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണം. ടെലിഫോൺ ഓപ്പറേറ്റർ അനൗൺസ്. ഇപ്പൊ അതിന്റെ ഒക്കെ ശ്രദ്ധിക്കുക.
അവിടെ പ്രധാനമായിട്ടും എടുത്ത് കാണാറുണ്ട് മിക്കപ്പോഴും. ടെലിഫോൺ ഓപ്പറേറ്റർ അനൗൺസ് ഡോക്ടർ മേച്ചർ 3 times every 30 seconds for a period of 3 minutes. അതായത് ഓരോ 3 മിനിറ്റിലും അല്ലെ 30 സെക്കൻഡ് വീതം 30 സെക്കൻഡ് വീതം ഉള്ള ടൈമുകളിൽ ഇടവേളയിട്ട് ഡോക്ടർ മേച്ചർ എന്ന് എന്താണ് ടെലിഫോൺ ഓപ്പറേറ്റർ അനൗൺസ് ചെയ്യും. ഡോക്ടർ മേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദുരന്ത മുഖം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡോക്ടർ മേച്ചർ എന്ന് ഇങ്ങനെ എന്താണ് 3 ടൈംസില് അവർ 30 സെക്കൻഡില് അത് അനൗൺസ് ചെയ്യും. ഏതാ 30 മിനിറ്റില് അല്ലെ, പീരീഡ് ഓഫ് 30 മിനിറ്റ്സ്. ആ ടൈമിലാണ് അത് നിങ്ങൾക്കറിയപ്പോ 30 മിനിറ്റ്സ് ആവുന്ന ഒരു 6 ടൈംസിൽ ഇത് ഡോക്ടർ മേച്ചർ എന്ന് ടെലിഫോൺ ഓപ്പറേറ്റർ അനൗൺസ് ചെയ്യും. Then physicians and other staffs who are off duty are recalled. All departments implement the established procedure. അപ്പൊ എന്താണ് എത്രയും പെട്ടെന്ന് അവിടുത്തെ അല്ലെ ഫിസിഷ്യൻസും മറ്റ് സ്റ്റാഫുകളെല്ലാം തന്നെ ഇൻ കേസ് ഒഴിവുകൾ ആയിക്കൊണ്ടിരിക്കുന്ന പേഴ്സൺസ് ആണെങ്കിൽ കൂടി എല്ലാവരെയും റീകോൾ ചെയ്ത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും നടപടിക്രമങ്ങളിലേക്കൊക്കെ അവരെ വിന്യസിക്കും. Then written instructions are given for manning important areas to medical staff and house officers by designed staff. അതായത് എല്ലാ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കും അല്ലെ അത് കൈകാര്യം ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നമുക്കറിയാൻ പറ്റും. ഹോസ്പിറ്റലിലാണ് ഇങ്ങനെ ഒരു ദുരന്തമുഖം സംഭവിക്കണമെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ ഭാഗങ്ങളിലേക്കൊക്കെ അറിയിക്കണം അല്ലെ. എല്ലാ ഭാഗങ്ങളിലേക്കൊക്കെ ഡിസൈൻ ഏത് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിർദ്ദേശങ്ങളെല്ലാം മെഡിക്കൽ സ്റ്റാഫുകൾ അത് എല്ലാം തന്നെ ഒരു നിയുക്ത സ്റ്റാഫ് മുഖേന രേഖാമൂലം തന്നെ അത് കൃത്യമായിട്ട് തന്നെ അറിയിക്കണം. Then എന്താണ് പറയുന്നത് അവിടെ written instructions ആണ് പറയുന്നത്. Written instructions are given for manning important areas to medical staff and house officers by designated staff. ഒരു ഡെസിഗ്നേറ്റഡ് സ്റ്റാഫ് മുഖാന്തരം എന്താണ് written ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് രേഖാമൂലം തന്നെ എല്ലാ സ്റ്റാഫുകളിലേക്കും എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും അറിയിക്കണം. സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ആർ ഗിവൻ ടു ഡിസ്കസ് chief of emergency room, triage area, emergency waiting room, staff holding room, emotionally disturbed patients area, relative waiting room, admitting officer, department of blood bank, CSD. ഓക്കെ, അപ്പൊ നമുക്കറിയാലോ ഹോസ്പിറ്റലിന്റെ വ്യത്യസ്ത വിങ്ങുകളാണ് അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇങ്ങനെയുള്ള ഒരു സംഭവം വരുമ്പോൾ എത്രയും പെട്ടെന്ന് ഒരുപാട് സാമഗ്രികളൊക്കെ വേണം അല്ലെ. പെട്ടെന്ന് തന്നെ എല്ലാ ഏരിയകളിലേക്കും എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഉണ്ടാവേണ്ടതുണ്ട്. അപ്പൊ എമർജൻസി വെയിറ്റിംഗ് റൂം വേണം, എമർജൻസി റൂം, ദെൻ ട്രയേജ് ഏരിയ, ദെൻ എന്താണ് ഇമോഷണലി ഡിസ്റ്റർബ്ഡ് പേഷ്യൻസ് ഒക്കെ ഡിസ്റ്റർബ് ആവാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് അങ്ങനെയുള്ള പേഷ്യൻസിനെ മാറ്റണം. പിന്നെ എത്രയും പെട്ടെന്ന് എന്താണ് എമർജൻസി ആയിട്ടുള്ള പേഴ്സൺസിനെ അതിനനുസരിച്ച് ചെയ്യണം. എന്താണ് കുറച്ച് പേര് വെയിറ്റ് ചെയ്യേണ്ടതുണ്ടാവും അല്ലെ. കുറച്ച് പേർക്കൊക്കെ എന്താണ് കുറച്ച് ബ്ലഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വിങ്ങിലേക്കൊക്കെ പോകേണ്ടതുണ്ടാവും. ദെൻ എത്രയും പെട്ടെന്ന് എന്താണ് നമ്മുടെ സപ്ലൈ അല്ലെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ആവശ്യമാണ്. അപ്പൊ അവിടെ എല്ലാം ക്വിക്ക് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കും. അപ്പൊ അതിനെല്ലാം തന്നെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ആ ഏരിയകളിലേക്കൊക്കെ എത്രയും പെട്ടെന്ന് എത്തിക്കുക. കാരണം ഇങ്ങനെ ഒരു മുഖം സംഭവിച്ചിരിക്കും. നമുക്കറിയാം ഇങ്ങനെ അലാം കേൾക്കുമ്പോൾ തന്നെ എല്ലാ മുഖത്തിലേക്കും അല്ലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും മനസ്സിലാവും എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ഇതുകളും പെട്ടെന്ന് തന്നെ എന്താണ് ക്വിക്കായിട്ടുള്ള ആക്ഷൻ എടുക്കും. ഇൻ കേസ് ഇത്രയും സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കേണ്ട ഏരിയകളിലേക്കൊക്കെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. റിട്ടേൺ ഇൻഫോർമേഷൻ കൊടുക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ റിട്ടേൺ ഇൻഫോർമേഷൻ കൊടുക്കും. നമുക്കറിയാം എന്താണ് പോലീസുകാരെയും ഫയർഫോഴ്സിനെയൊക്കെ അറിയിക്കേണ്ടതുണ്ടെങ്കിൽ ആ ഒരു ഫയർഫോഴ്സിനെയൊക്കെ എത്രയും പെട്ടെന്നൊക്കെ അവര് അറിയിക്കും എന്നുള്ളതാണ്. ഓക്കെ, എവിടെ വരെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. 2-3 പോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ഉണ്ട്. നിങ്ങൾ വായിച്ചിട്ട് ഞാൻ പറയാം ഏതൊക്കെ പോയിന്റ്സ് ആണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഓക്കെ, വായിക്കാം.
വായിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ക്ലിയർ ആവാത്ത ഉണ്ടോ? നമുക്കൊരു 2-3 കുറച്ച് പോയിന്റും കൂടെ ഉണ്ട്, ഇതുകൂടി എടുത്തു കഴിഞ്ഞോട്ടെ. ചെയ്തോട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ കുറച്ച് അല്ലെ ഡിസാസ്റ്റർ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ അതുമായി മുൻകൂട്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ജസ്റ്റ് കണ്ടത്. ദെൻ അതിന്റെ ചീഫ്സ് അല്ലെ പ്രധാനമായിട്ടും ഇനി അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ ചീഫ്സ് ആർ അസൈൻഡ് ടു കീ ഏരിയാസ്. നമുക്കറിയാം പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ കുറെ ഏരിയകളിലേക്കൊക്കെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെ, പ്രധാനപ്പെട്ട ഇൻചാർജ് വഹിക്കാനൊക്കെ ആയിട്ട്. സെക്യൂരിറ്റി ആൻഡ് സപ്പോർട്ട് പേഴ്സൺ കൺട്രോൾ ദ ട്രാഫിക്. Then triage is initiated next to ambulance entrance. അതായത് സെക്യൂരിറ്റി നമുക്കറിയാം സുരക്ഷയൊക്കെ വേണം അല്ലെ, എത്രയും പെട്ടെന്ന് എല്ലാവർക്കും സുരക്ഷ കൊടുക്കണം. അത് മാത്രമല്ല നമുക്ക് ഇത്രയും കൂടി അല്ലെ എന്താ ട്രാഫിക് ആയിട്ടുള്ള ബ്ലോക്കുകളൊന്നും ഉണ്ടാവാനൊന്നും പാടില്ല. അതുകൊണ്ട് തന്നെ ട്രയേജ് ഈസ് ഇനിഷ്യേറ്റഡ് നെക്സ്റ്റ് ആംബുലൻസ് എൻട്രൻസ്. ആംബുലൻസ് വരുന്ന ആ കവാടത്തിൽ തന്നെ അതിന് സുരക്ഷ എന്താ പറയുക ഒരുക്കി തന്നെ സെക്യൂരിറ്റി ഒക്കെ അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെ എന്താണ് പറയാ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ എന്താണ് നമ്മൾ ഡിസാസ്റ്റർ എന്നതിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലുകാര് അത്രയും ഇനീഷ്യേറ്റീവ് ആയിട്ട് എടുക്കുന്നത്. നമുക്കറിയാം എത്രയും പെട്ടെന്ന് അല്ലെ എന്താണ് മെഡിക്കൽ ടീം ഒരുങ്ങാൻ വേണ്ടിയിട്ട് തന്നെ ടെലഫോൺ ഓപ്പറേറ്റർ അനൗൺസ് ചെയ്യും ഡോക്ടർ മേജർ എന്ന് 3 times every 30 seconds ഫോർ പീരിയഡ് ഓഫ് 3 minutes അല്ലെ, 3 മിനിറ്റിനുള്ള അല്ലെ 30 seconds കൂടുമ്പോഴും എന്താണ് അവര് ഡോക്ടർ മേജർ എന്ന് 3 പ്രാവശ്യം അനൗൺസ് ചെയ്യും. ആ ടൈമിൽ തന്നെ എന്താണ് എത്രയും പെട്ടെന്ന് തന്നെ പോലീസിനൊക്കെ ഇൻഫോം ചെയ്യേണ്ടവരെ ഇൻഫോം ചെയ്യും. ഇവര് എന്താണ് സിഇഒ, മെഡിക്കൽ ഡയറക്ടറും, നഴ്സിംഗ് ഡയറക്ടർ, സീനിയർ ഫിസിഷ്യൻസ് എല്ലാം നടപ്പാക്കൽ പദ്ധതികളൊക്കെ നടപ്പാക്കും. അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഇവര് ഇൻഫോം ചെയ്യും. ദെൻ എന്താണ് എല്ലാ ഏരിയകളിലെ പെട്ടെന്ന് തന്നെ ആൾക്കാരെ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരെയും കൈകാര്യം ചെയ്യേണ്ടത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഓഫ് ഡ്യൂട്ടി ഉള്ള പേഴ്സൺസ് ഒക്കെ വർക്ക് ചെയ്യുന്നവരിൽ ഓഫ് ഡ്യൂട്ടി ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വരാനായിട്ട് ആവശ്യപ്പെടും. ദെൻ എല്ലാ ഏരിയകളിലേക്കൊക്കെ ഇൻസ്ട്രക്ഷൻസ്, അത് റിട്ടേൺ ഇൻസ്ട്രക്ഷൻസ് ആണെങ്കിൽ റിട്ടേൺ ഇൻസ്ട്രക്ഷൻ കൊടുക്കും. അതെല്ലാം സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ട ഏരിയകളിലേക്കൊക്കെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ദെൻ ചീഫ്സ് അല്ലെ മെയിൻ ആയിട്ടുള്ള ഓരോ ഏരിയകളിലേക്കൊക്കെ ചീഫുകളേക്ക് അസൈൻ ചെയ്ത് കൊടുക്കും. ദെൻ നമുക്ക് സെക്യൂരിറ്റി കാര്യങ്ങൾ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ട്രയേജ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്, ട്രയേജ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രയേജ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളാണ് എങ്കിൽ അല്ലെ അവർക്ക് ആദ്യ ചികിത്സ നടപ്പാക്കണം അല്ലെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം. അതാണ് ഡു നോട്ട് അലൗ കാഷ്വാലിറ്റീസ് ടു പൈൽ അപ്പ്. അതായത് പൈൽ അപ്പ് എന്ന് വെച്ചാൽ കുന്നുകൂടാനായിട്ട് ഒരുപാട് ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. ഓക്കെ, അപ്പൊ ചികിത്സാപരമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാവർക്കും തന്നെ കൊടുക്കണം. നമുക്കറിയാം പെട്ടെന്ന് തന്നെ അല്ലെ ഗുരുതരാവസ്ഥയിലായിട്ടുള്ള രോഗികളാണെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് ചികിത്സ നൽകണം. പക്ഷെ ഒരുപാട് പേര് കാഷ്വാലിറ്റി കേസുകൾ ഒന്നിച്ച് കുന്നുകൂടാനും പാടില്ല. കാരണം നമുക്ക് അനുവദനീയമായിട്ടുള്ള ഫെസിലിറ്റീസ് കുറവാണ് അല്ലെ. അങ്ങനെയാണ് എങ്കിൽ ആ ഹോസ്പിറ്റലിന് അനുവദനീയമായ ഫെസിലിറ്റിക്ക് അനുസരിച്ചിട്ട് മാത്രമാണ് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലെ. അപ്പൊ സോർട്ട് പേഷ്യൻസ് റാപ്പിഡ്ലി പെട്ടെന്ന് തന്നെ സോർട്ട് ചെയ്യണം. ഇന്ന ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസ് ആവുന്നതൊക്കെ പെട്ടെന്ന് തന്നെ സോർട്ട് ചെയ്യണം. ദെൻ ടാഗ് ദം അപ്രോപ്രിയേറ്റ്ലി, എങ്ങനെയെങ്കിലും തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളൊക്കെ ടാഗ് ചെയ്യണം. ദെൻ റൂട്ട് ടു അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് ഏരിയാസ്. അപ്പൊ ഏത് ഏരിയയിലേക്കൊക്കെയാണ് ഇവരെ ഓരോരുത്തരെയും അല്ലെ ഓരോ പേഷ്യന്റിനെയും എങ്ങനെയാണ് ഏത് ഏരിയയിലേക്കാണ് വിടുന്നതനുസരിച്ചിട്ട് തന്നെ അത് റൂട്ട് ക്ലിയർ ഔട്ട് ചെയ്യും. അപ്പൊ അത്രയാണ് ഈ ട്രയേജ് ഇൻസ്ട്രക്ഷൻസിൽ വരുന്നത്. അപ്പൊ ഗുരുതരാവസ്ഥയിലുള്ള രോഗികളാണോ എന്നുള്ളത് പെട്ടെന്ന് തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അവർക്ക് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ അധികം ഗുരുതരാവസ്ഥയിലുള്ള വ്യക്തികൾ കുന്നുകൂടാൻ പാടില്ല. കാരണം എല്ലാവർക്കും ചിലപ്പോൾ ഒരുപക്ഷെ എന്താണ് ഫെസിലിറ്റീസ് അനുവദിക്കാനായിട്ട് സൗകര്യങ്ങൾ അനുവദിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ തന്നെ സോർട്ട് ചെയ്ത് അതൊക്കെ തയ്യാറാക്കണം. ദെൻ അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാഗുകൾ കൊടുക്കണം. ദെൻ ഓരോരുത്തർക്കും ട്രീറ്റ്മെന്റ് ഏരിയസിലേക്ക് ആവശ്യമായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് ഏരിയയിലേക്ക് ആവശ്യമായിട്ടുള്ള റൂട്ടീൻ പ്ലാൻ ആ ടൈം കൊണ്ട് തന്നെ അലോട്ട് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഓക്കെ, ഇത്രയാണ് പ്രധാനമായിട്ടും ആ ഒരു ഡിസാസ്റ്റർ മുഖത്തിൽ വരുന്നത്. വെൻ ഡിസാസ്റ്റർ സ്ട്രൈക്സ് ആക്റ്റീവ്സ് ഇൻ ഹോസ്പിറ്റൽ, അത് ഹോസ്പിറ്റലില് ഡിസാസ്റ്റർ വരുന്ന ആ ഒരു സന്ദർഭത്തിൽ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ വരുന്ന നടപടികളാണ് ജസ്റ്റ് കണ്ടത്. ഇനിയും അതിന്റെ കുറച്ചുകൂടി കണ്ടിന്യൂവേഷൻ ഒക്കെ ഉണ്ട്, നോക്കാം. ഇത്രയും വരെ വായിച്ചു നോക്കാം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കാം.
നമ്മളെ ടെലിഫോൺ പോയിന്റ് എപ്പോഴും കാണാറുണ്ട്. അതേമാതിരി തന്നെ പ്രധാനമായിട്ടുള്ളതാണ് ഈ ചീഫ്സ് ആർ അസൈൻഡ് അല്ലെ ഓരോ കീ ഏരിയകളിലേക്കൊക്കെ കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ സെക്യൂരിറ്റി സപ്പോർട്ട് പേഴ്സണൽ കൺട്രോൾ സ്റ്റാഫ് അല്ലെ ട്രയേജസ് ഇനീഷ്യേറ്റഡ് നെക്സ്റ്റ് ആംബുലൻസ് എൻട്രൻസ് ഒരു ആംബുലൻസിന്റെ ഒക്കെ എൻട്രൻസിന്റെ ഇതിലെല്ലാം നമ്മൾ കൃത്യമായിട്ട് തന്നെ സെക്യൂരിറ്റീസിനൊക്കെ അപ്പോയിന്റ്മെന്റ് ചെയ്യണമെന്നുള്ളത് ആരെയാണ് അപ്പോയിന്റ്മെന്റ് ചെയ്യാന്നൊക്കെ ഉള്ളത് ചോദ്യങ്ങളിൽ പെടാം. അപ്പൊ സെക്യൂരിറ്റീസിനെയാണ് അത്തരം ഏരിയകളിലൊക്കെ അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടത്. ഇതെല്ലാം നമ്മള് അതില് ഇൻസിഡന്റ് സ്റ്റാഫിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തുനിന്ന് കാണാറുണ്ട്. എന്തായാലും തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ആരാണ് അനൗൺസ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. എത്ര ടൈം അനൗൺസ് ചെയ്യുന്നു ചോദിക്കുന്നുണ്ട്. 30 സെക്കൻഡിൽ അല്ലെ 30 സെക്കൻഡ്സ് കൂടുമ്പോൾ 3 ടൈംസ് എന്താണ് ഓരോ 3 മിനിറ്റ്സിലും അനൗൺസ് ചെയ്യുന്നു എന്നുള്ളതുണ്ട്. 3 മിനിറ്റ്സ്. ഓക്കെ, അത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പൊതുവെ കാണാറുള്ളത്. ജസ്റ്റ് വായിച്ചു നോക്കാം. ക്ലിയർ ആണോ? വായിച്ചു നോക്കാട്ടോ. ഏതെങ്കിലും പോയിന്റുകൾ ക്ലിയർ ആവാത്ത എന്തെങ്കിലും ചോദിക്കുക. ഓക്കെയാണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.